ഞാൻ അത്യാവശ്യം സ്പീഡിൽ നമ്മുടെ കുണ്ടന്നൂർ പാലത്തിലൂടെ ഒന്ന് പോകാൻ നോക്കുകയാണ്. നമ്മളിപ്പോൾ ഏകദേശം 100 കിലോമീറ്റർ സ്പീഡിലാണ് വാഹനം ഓടിക്കുന്നത്. നമസ്കാരം, കാർക്കടുവ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നോവ എന്ന പേരിനെ ഇന്ത്യയിൽ പ്രത്യേകിച്ചിട്ടൊരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല. നമുക്കൊക്കെ വളരെ സുപരിചിതമാണ് ഈ വാഹനം. പഞ്ചനക്ഷത്ര ഹോട്ടലിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ തുടങ്ങി നാട്ടിൻപുറത്തെ കല്യാണ വീടുകളിലുമൊക്കെ നമ്മൾ ഈ വാഹനം കണ്ടിട്ടുണ്ട്. ഒരിക്കലെങ്കിലും പല പല ആവശ്യങ്ങൾക്കായിട്ട് ഈ വാഹനത്തിൽ കയറാത്തവരും ആരുമുണ്ടെന്ന് തോന്നുന്നില്ല. ടൊയോട്ട എന്ന ജാപ്പനീസ് വാഹന നിർമ്മാണ കമ്പനി ഇന്നോവ ഇന്ത്യൻ മാർക്കറ്റിൽ അവതരിപ്പിച്ചത് 2005-ലാണ്. ഇറങ്ങിയ അന്നു മുതൽ ഇന്നുവരെ MPV സെഗ്മെന്റിൽ ഈ വാഹനം 1-ാം സ്ഥാനത്താണ്. അതായത് ഇങ്ങനെ 1-ാം സ്ഥാനത്ത് തുടർന്നുകൊണ്ടിരുന്ന ഒരു സമയത്താണ് 2016-ൽ കൂടുതൽ മികച്ച സൗകര്യങ്ങൾ ഒരുക്കി, കൂടുതൽ ഭംഗി വരുത്തി, അല്പം വിലയൊക്കെ കൂട്ടി ഇന്നോവ ക്രിസ്റ്റ എന്ന ഒരു പേരൊക്കെ കൊടുത്ത് ഇതിങ്ങനെ ഇന്ത്യൻ വാഹന വിപണിയിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്നത്. 2016-ൽ ഇറങ്ങിയ ഇന്നോവ ക്രിസ്റ്റയ്ക്ക് കുറേ കൂടി പുതിയ സൗകര്യങ്ങൾ ഒരുക്കി, കുറേ കൂടി സൗന്ദര്യം വരുത്തി, കുറച്ച് വിലയിൽ അല്പം ഒരു ഹൈക്കൊക്കെ ഉണ്ടാക്കി 2020 അവസാനത്തോടുകൂടി ഇന്നോവ ക്രിസ്റ്റയുടെ ഒരു ഫേസ് ലിഫ്റ്റ് വെർഷൻ അവർ കൊണ്ടുവന്നിരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വാഹനാതിഥി ഇന്നോവ ക്രിസ്റ്റയുടെ ടോപ്പ് എൻഡ് മോഡലായ ഡീസൽ ഓട്ടോമാറ്റിക് വെർഷനാണ്. അപ്പോൾ ആ വാഹനത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. നമ്മൾ പ്രധാനമായിട്ടും ഇപ്പോൾ ഇതിൽ ഫോക്കസ് ചെയ്യുന്നത് എന്തൊക്കെ മാറ്റങ്ങളുണ്ട്, അല്ലെങ്കിൽ കൂടുതൽ പുതുമകൾ എന്തൊക്കെ ഉണ്ട് എന്നതാണ്. ഇന്ത്യൻ വാഹന ലോകത്ത് ഇന്നോവ ഇന്നുവരെ വിറ്റിരിക്കുന്നത് 8,80,000 യൂണിറ്റാണ്. അതായത് MPV സെഗ്മെൻറ്റിൽ 43% മാർക്കറ്റ് ഷെയറാണ് ഈ വാഹനം കൈയടക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും എത്രത്തോളം ജനപ്രീതിയാണ് ഈ വാഹനത്തിന്. ഇറങ്ങിയ അന്നത്തേക്കാൾ ഏകദേശം 3 ഇരട്ടി വിലയിലാണ് ഇപ്പോൾ ഈ വാഹനം ലഭ്യമാകുന്നത്. അതിൽ നമ്മൾ വലുതായിട്ട് അതിശയിക്കാനില്ല എന്ന് തന്നെ പറയണം. കാരണം കൂടുതൽ സൗകര്യം ഉണ്ടാക്കി, ഒരു ബ്രാൻഡ് 16 വർഷത്തോളം അവരുടെ വിശ്വാസ്യത നിലനിർത്തി, കസ്റ്റമർ സർവീസിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നു. പിന്നെ 16 വർഷത്തെ ഒരു വില വ്യത്യാസമാണ് ഇത്. അപ്പോൾ അതൊരു ഓവർ പ്രൈസ്ഡ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഈ വാഹനം അത്രയ്ക്ക് വിശ്വാസ്യത ആർജിച്ച ഒരു വലിയ ബ്രാൻഡാണ്. ഈ വാഹനത്തിൻ്റെ ഷോറൂം വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18.5 ലക്ഷം മുതൽ 24.5 ലക്ഷം വരെയാണ്. ഇന്നോവ ക്രിസ്റ്റ 2021-ലെ ഏറ്റവും പ്രകടമായ മാറ്റം ഞാൻ പറഞ്ഞു ഇതിൻ്റെ മുൻഭാഗമാണ്. അതിൽ തന്നെ ഈ ഗ്രില്ലിൻ്റെ ഭാഗത്താണ് കാര്യമായിട്ടുള്ള ഒരു കോസ്മെറ്റിക് മാറ്റം വന്നിരിക്കുന്നത്. അതായത് പഴയ ഇന്നോവ ക്രിസ്റ്റയേക്കാൾ നേരത്തെ ഇവിടെ ഇങ്ങനെ 2 സ്ലാറ്റുകളായിരുന്നു. അത് ഇപ്പോൾ കൂടുതൽ എണ്ണം നൽകി ഇത് വീതി കൂട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിന് ഒരു ക്രോം ഔട്ട്ലൈനൊക്കെ കൊടുത്ത് വളരെ ഭംഗിയാക്കിയിരിക്കുന്നു. അതിൻ്റെ മധ്യത്തിലായിട്ട് തന്നെ ഇവിടെ ആ ഇന്നോവയുടെ ലോഗോ കൊടുത്തിരിക്കുന്നു. നേരത്തെ ഉള്ള പിന്നെ ഇന്നോവയുടെ ഗ്രില്ലെന്ന് പറയുമ്പോൾ ഇവിടെ 2 സ്ലാറ്റും ഈ ഹെഡ്ലൈറ്റുകൾ തമ്മിൽ ഒരു ക്രോം ഒക്കെ പരസ്പരം ബന്ധിപ്പിക്കുന്ന രീതിയിലായിരുന്നു. അതിപ്പം മാറ്റിയിട്ട് ഒരു ഡിസൈൻ പുതുമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ ഹെഡ്ലൈറ്റ് യൂണിറ്റ് ഒന്നും കൂടി മനോഹരമാക്കിയിട്ടുണ്ട്. ആ ഹെഡ്ലൈറ്റ് യൂണിറ്റിൻ്റെ ഒരു തുടർച്ച പോലെ ഇവിടെ ഇങ്ങനെ ഗ്രില്ലിലേക്ക് കയറി കിടക്കുന്നു. അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അടുത്ത ഹെഡ്ലൈറ്റിലേക്ക് കൊണ്ടുവന്ന് ഇതൊരു ഭംഗിയാക്കിയിട്ടുണ്ട്. ഈ ഒരു തടിച്ച ക്രോമിൻ്റെ അലങ്കാരം കൊടുത്തതോടുകൂടി ഫ്രണ്ട് വ്യൂവിൽ ഇതിന് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല റോഡ് പ്രസൻസ് അല്ലെങ്കിൽ ഒരു SUV-യുടെ ലുക്കൊക്കെ ലഭിച്ചു എന്ന് തന്നെ പറയാം. പുതിയ ഇന്നോവ ക്രിസ്റ്റയുടെ ഹെഡ്ലൈറ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ മനോഹരമാക്കിയിട്ടുണ്ട്, മികവുറ്റതാക്കിയിട്ടുണ്ട്. ഇത് പ്രധാനമായിട്ടും 3 സെഗ്മെൻ്റാണ്. ഒന്ന് പ്രൊജക്ടർ ഹെഡ് ലാമ്പാണ്, ഇത് ഹാലജൻ യൂണിറ്റ് ആണ്, ഇത് ഡേ ടൈം റണ്ണിംഗ് ലാമ്പാണ്.
പുതിയ ഇന്നോവ ക്രിസ്റ്റയുടെ ഹെഡ്ലൈറ്റ് യൂണിറ്റിനെ മൊത്തത്തിൽ ഇങ്ങനെ ക്രോമിൻ്റെ ഒരു ഔട്ട്ലൈൻ ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ക്രോമിൻ്റെ ഒരു ഭംഗിയൊക്കെ ആ ഹെഡ്ലൈറ്റ് യൂണിറ്റൊക്കെ നമ്മുടെ ഈ സൈഡ് കാഴ്ചയിലേക്കും കൂടി കടന്നു കയറിയിരിക്കുകയാണ്. അത് ഈ മൊത്തത്തിൽ ഈ പുതിയ ഇന്നോവ ക്രിസ്റ്റയെ കൂടുതൽ മികവുറ്റതാകുന്നു. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു SUV ലുക്കിനെ ഒത്തിരി റോഡ് പ്രസൻസ് ഒക്കെ നന്നായിട്ട് നൽകുന്ന ഒരു കാര്യമായിട്ട് നമുക്കിതിനെ പരിഗണിക്കാം. പുതിയ ഇന്നോവയുടെ ഇൻഡിക്കേറ്റർ നേരത്തെയുള്ള സ്ഥാനത്തിൽ നിന്ന് കുറച്ചും കൂടി താഴേക്ക് കൊണ്ടുവന്ന് മനോഹരമായിട്ടുള്ള ഒരു കേസൊക്കെ ഉണ്ടാക്കി അതിനകത്ത് തന്നെ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഫോഗ് ലാമ്പ് കുറച്ചും കൂടി താഴെയായിട്ട് ഇവിടെയായിട്ടാണ് അവർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇത് LED ആണ്. പുതിയ ഇന്നോവ ക്രിസ്റ്റയുടെ ബമ്പറിൻ്റെ താഴെ ഭാഗം ഇങ്ങനെ നന്നായിട്ട് കർവ് ചെയ്ത് അതിൻ്റെ വീതി കുറച്ചിട്ടുണ്ട്. അതായത് ഇത് സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പുതുതായിട്ട് കൊണ്ടുവന്ന ഒരു അഡീഷണൽ ഫീച്ചറാണ്. ഇവിടെയായിട്ടൊരു സെൻസറും കൊടുത്തിട്ടുണ്ട്. അതായത് തിരക്കുള്ള റോഡുകളിലൂടെ പോകുമ്പോൾ വണ്ടിയുടെ സൈഡുകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടും അതേപോലെ പാർക്കിങ്ങിൽ കൂടുതൽ സൗകര്യം ഒരുക്കാനും വേണ്ടിയിട്ടാണ് ഈ ബമ്പറിൻ്റെ ഈ സൈഡിൽ ഒരു ഡിസൈൻ പുതുമ കൊണ്ടുവന്നിരിക്കുന്നത്. അതേപോലെ അവിടെയായിട്ടൊരു സെൻസറും കൊടുത്തിരിക്കുന്നു. ഈ സെൻസറിൻ്റെ ഇൻഡിക്കേഷൻസ് നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ ലഭിക്കുകയും ചെയ്യും. സൈഡ് പ്രൊഫൈലിലെ പ്രകടമായ മാറ്റം വീലിലും വീലാർച്ചിലുമാണ്. വീലാർച്ച് ആണെങ്കിൽ അവർ ക്രോമൊക്കെ കൊടുത്ത് കൂടുതൽ ഭംഗിയാക്കിയിട്ടുണ്ട്. ഇത് ശരിക്കും ഇതിലെ ബേസ് വേരിയൻറ്റുകളിൽ 16 ഇഞ്ച് അലോയ് വീലാണ്. നമ്മളുടെ ഒപ്പമുള്ളത് ടോപ്പ് വേരിയൻ്റ് ആണ്. ഇത് 17 ഇഞ്ച് അലോയ് ഡയമണ്ട് കട്ട് വീലാണ്. ഇതിൻ്റെ ടയർ സൈസ് എന്ന് പറയുന്നത് 215/55 ആണ്. പുതിയ ഇന്നോവ ക്രിസ്റ്റയുടെ റിയർ വ്യൂ മിററിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇതിൽ ടോപ്പ് എൻഡ് മോഡലുകളിൽ ഇതിൻ്റെ മുകളിലത്തെ ഭാഗം ക്രോമൊക്കെ കൊടുത്ത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. അതുപോലെ ടേൺ ഇൻഡിക്കേറ്റർ ഉണ്ട്. ഇവിടെയായിട്ട് ഒരു വെൽക്കം ലൈറ്റ് അവർ കൊടുത്തിട്ടുണ്ട്. അതായത് വാഹനം നമ്മൾ ഓൺ ആക്കുമ്പോൾ രാത്രിയിലൊക്കെ ആണെങ്കിൽ അടുത്തേക്ക് വരുമ്പോൾ ഈ ഒരു ലൈറ്റ് നമ്മളെ കൂടുതൽ സഹായിക്കും. ഇത് ഡോർ തുറക്കുമ്പോൾ ഡോർ ലൈറ്റ് വേറെയും കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് പിന്നീട് കാണാം. ഇതിൻ്റെ A പില്ലർ തുടങ്ങി C പില്ലർ വരെ താഴത്തെ ഭാഗത്ത് ഒരു ക്രോം ലൈൻ കൊടുത്തിട്ട് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. അതായത് വിൻഡോ ലൈൻ അല്ലെങ്കിൽ ബെൽറ്റ് ലൈൻ മുകളിലത്തതെന്ന് പറയുമ്പോൾ അതിൻ്റെ മോൾ ഭാഗം മൊത്തത്തിൽ എത്തിച്ചിട്ടില്ല, എന്നാൽ പോലും അതും ഭംഗിയാക്കിയിരിക്കുന്നു. ഇവിടെ ഫ്രണ്ടിലായിട്ടും ഒരു ചെറിയ വിൻഡോ കൊടുത്തിട്ടുണ്ട്. C പില്ലറിൽ വളരെ വിശാലമായിട്ടുള്ള, അതായത് റിയർ സീറ്റിലുള്ള യാത്രക്കാർക്ക് പുറം കാഴ്ചയ്ക്ക് ഏറ്റവും സഹായിക്കുന്ന രീതിയിൽ നല്ല വിശാലമായിട്ടുള്ള ഒരു വിൻഡോ ആണ് C പില്ലറിൽ കൊടുത്തിരിക്കുന്നത്. ഈ രണ്ടാമത്തെ ഡോർ ഹാൻഡിലും ക്രോം കൊടുത്ത് ഭംഗിയാക്കിയിരിക്കുന്നു. സൈഡ് പ്രൊഫൈലിലെ മറ്റേ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഡോറുകളുടെയും താഴെയായിട്ട് ഒരു ക്രോം ഫിനിഷോട് കൂടിയിട്ടുള്ളൊരു ക്ലാഡിങ് കൊടുത്തിരിക്കുന്നു, കൂടുതൽ മനോഹരമാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെയായിട്ടൊരു ഫുഡ് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനിയും ഇതിൻ്റെ റിയർ കാഴ്ചയിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ പ്രകടമായ വലിയ മാറ്റങ്ങൾ വന്നിട്ടില്ല. പഴയ ഇന്നോവ ക്രിസ്റ്റ മോഡലിൻ്റെ അതേപോലെ തന്നെയാണ്. എങ്കിൽ പോലും നമുക്കൊന്ന് ഓടിച്ചിട്ട് പറയാം. ഇവിടെയായിട്ടൊരു വൈപ്പർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്റ്റോപ്പ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. ഇവിടെയായിട്ട്, അതായത് ഒത്ത മധ്യത്തിലൊന്നുമല്ല, ഇതിൻ്റെ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് ക്യാമറയുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും ക്രോമിൻ്റെ ഒരു തടിച്ച പാനലിംഗ് കൊടുത്ത് ഭംഗിയാക്കിയിരിക്കുന്നു. ഇന്നോവ ക്രിസ്റ്റ എന്നുള്ള ബാഡ്ജിങ് ഉണ്ട്. പിന്നെ ടൊയോട്ടയുടെ ലോഗോ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഡീസൽ എൻജിൻ്റെ ഏത് വേരിയൻ്റാണ് എന്നുള്ള ആ ഒരു സംഗതി ഇവിടെയായിട്ട് കൊടുത്തിരിക്കുന്നു. ബാക്കിലായിട്ട് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് ഒരു റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്. ഈ ടെയിൽ ലാമ്പിലെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് റിവേഴ്സ് ലൈറ്റും ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ഫോഗ് ലാമ്പുമാണ്. നമുക്കിനി ഇതിൻ്റെ ടെയിൽ ഗേറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇത് ഹൈഡ്രോളിക് ആണ്. ഇവിടെയായിട്ട് ഇതിനായിട്ട് ലോഗോയുടെ തൊട്ട് താഴെയായിട്ട് അതിനായിട്ട് ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. 3rd റോ നിലനിൽക്കുമ്പോഴുള്ള ബൂട്ട് സ്പേസ് ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ബൂട്ട് സ്പേസ് കൂടുതൽ കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ 3rd റോ കംപ്ലീറ്റ് ആയിട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റും. ഇതിൽ അതായത് 3 സീറ്റിൽ നടുക്കായിട്ടുള്ള ഹെഡ് റെസ്റ്റ് നമുക്ക് ഊരി മാറ്റാവുന്നതാണ്. കാരണം ഒരു ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം റിയർ വ്യൂവിൽ നിന്നുള്ള ഒരു കാഴ്ച മിക്കവാറും ബാഗ് മറയ്ക്കാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അത്യാവശ്യമില്ലാത്ത സമയത്ത് ഇത് ഊരി മാറ്റിയിട്ട് ഇവിടെ ഇത് നീറ്റായിട്ട് പൊസിഷൻ ചെയ്യാൻ വേണ്ടി ഇവിടെയായിട്ടൊരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്.
ഇനിയും വളരെ ഈസി ആയിട്ട് വേഗത്തിൽ തന്നെ നമുക്ക് ഈ സീറ്റുകൾ ഫോൾഡ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് എങ്ങനെയാണെന്ന് കാണിക്കാം. ഇവിടെ ഇതിനായിട്ടൊരു സ്ട്രാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഇങ്ങനെ ആക്കുക. റൈറ്റ് സൈഡിലുള്ള റിയർ സീറ്റ് ഫോൾഡ് ചെയ്യുന്നതും കൂടി ഒന്നും കൂടി കാണിക്കാം. ഇതായിട്ട് ഇങ്ങനെ ചെയ്യുക. ശേഷം അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് കിട്ടി സൈഡിലേക്ക് നന്നായിട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത്. ഇന്നോവ ക്രിസ്റ്റയുടെ സ്റ്റെപ്പിനി ടയർ വാഹനത്തിൻ്റെ അടിയിലായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതിനുള്ള ടൂൾ കിറ്റും അത് ഓപ്പൺ ചെയ്യാനുള്ള സംഗതികളും ഒക്കെ ഇവിടെ ഇങ്ങനെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ലോക്ക് അൺലോക്ക് ഇവിടെയായിട്ട് അതിൻ്റെ ടൂൾസ് എല്ലാം ഇരിപ്പുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് താഴെയുള്ള സ്റ്റെപ്പിനി ടയർ ആവശ്യാനുസരണം എടുക്കാൻ പറ്റും. അതും അലോയി വീലാണ്. ഞാനിപ്പോൾ ഇതിലെ ടൂൾ കിറ്റ്സ് ഒക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റെപ്പിനി അൺലോക്ക് ചെയ്യാനുള്ള എല്ലാ സംഗതികളും ഇവിടെ തന്നെയായിട്ട് കൊടുത്തിരിക്കുന്നു. പുതിയ ഇന്നോവ ക്രിസ്റ്റയുടെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2020 BS6 ചട്ടപ്രകാരം പരിഷ്കരിച്ച എഞ്ചിൻ തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന് ഡീസൽ, പെട്രോൾ വേരിയൻറ്റുകളിലെ വാഹനം ലഭ്യമാണ്. 2020 ബേസ് വേരിയൻറ്റുകളെല്ലാം നിർത്തലാക്കി ഇപ്പോൾ 3 വേരിയൻറ്റുകളിലാണ് ഈ വാഹനം ലഭിക്കുന്നത്. നമ്മളോടൊപ്പമുള്ള ഈ ടോപ്പ് വേരിയൻറ്റ് ഡീസൽ ഓട്ടോമാറ്റിക് ZX എന്ന വേരിയൻറ്റിൽ 2.4 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്. 150 ഹോഴ്സ് പവറുണ്ട്. പുതിയ ഇന്നോവ ക്രിസ്റ്റയ്ക്ക് ഇപ്പോൾ 8 കളറുകളുണ്ട്. ഇതിൽ തന്നെ സ്പാർക്ലിംഗ് ബ്ലാക്ക് ക്രിസ്റ്റൽ ഷൈൻ എന്നൊരു പുതിയ കളർ അവർ അവതരിപ്പിച്ചിരിക്കുന്നു. ഓൾറെഡി ആറ്റിറ്റ്യൂഡ് ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു കളർ ഇന്നോവ ക്രിസ്റ്റയ്ക്കുണ്ട്. അതോടൊപ്പമാണ് പുതിയ ഒരു ക്രിസ്റ്റൽ ഷൈൻ എന്ന് പറയുന്ന ഒരു കളറും കൂടി അവതരിപ്പിച്ചിരിക്കുന്നത്. പുതിയ ഇന്നോവ ക്രിസ്റ്റയുടെ ഇൻറ്റീരിയറിലെ മാറ്റങ്ങൾ, പുതുമകൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഉള്ളത് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ കൂടുതൽ കണക്ടിവിറ്റി സൗകര്യം കൊണ്ടുവന്നു. അതായത് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ എന്നിവയുടെ കണക്ടിവിറ്റിക്കുള്ള സൗകര്യം, അതുപോലെ തന്നെ 8 ഇഞ്ച് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിന് കൂടുതൽ മികവുറ്റതാക്കി, കൂടുതൽ ക്ലാരിറ്റി ഉള്ളതാക്കി. അതേപോലെ വെഹിക്കിൾ ട്രാക്കിംഗ് എന്ന് പറയുന്ന 3 സൗകര്യങ്ങൾ കൊണ്ടുവന്നു. ജിയോ ഫെൻസിങ്, വെഹിക്കിൾ ട്രാക്കിംഗ് ഫെസിലിറ്റി, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നീടുള്ള പ്രകടമായിട്ടുള്ള ഒരു കാര്യം പറയേണ്ടത്, ഇൻറ്റീരിയറിൽ ഒരു ആംബിയൻ ലൈറ്റിംഗ്, ബ്ലൂ കളറിലുള്ള ഒരു ആംബിയൻ ലൈറ്റിംഗ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് വളരെ എന്താ പറയുക, മിനിമലിസ്റ്റിക് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് വളരെ ഭംഗിയായിരിക്കുന്നു എന്ന് തന്നെ പറയാം. വേറൊന്ന്, ഈ ഒരു സീറ്റിൽ അപ്പോൾസ്ട്രിയിൽ സീറ്റിലൊരു പുതിയ ടോപ്പ് എൻഡ് മോഡലുകളിൽ, അതായത് ക്യാമൽ ടാൻ എന്ന് പറയുന്ന പുതിയ ഒരു കളർ ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതും ഒരു വ്യത്യാസമാണ്. പഴയ ഇന്നോവയിൽ കൊടുത്തിട്ടുള്ളത് പോലെ തന്നെ 7 എയർ ബാഗുകൾ ഇതിൽ ടോപ്പ് വേരിയൻറ്റുകളിലുണ്ട്. വേറൊന്ന്, ഇതിൽ ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമറയുണ്ട്. പുതിയ ഇന്നോവ ക്രിസ്റ്റയുടെ 8 ഇഞ്ച് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, പരിഷ്കരിച്ച ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ 2 എഡ്ജുകളിലും ക്രോം അലങ്കാരം കൊടുത്ത് ഭംഗിയാക്കിയിരിക്കുന്നു. ഇവിടെയായിട്ട് ഫോൺ ആപ്പുകൾ ഇവയൊക്കെ പിന്നെ നമുക്ക് ക്രമീകരിക്കാനുള്ള സ്വിച്ചുകളുണ്ട്. ഈ സൈഡിലായിട്ട് ഓഡിയോ കൺട്രോൾസ്, ബാക്കി വെഹിക്കിളിൻ്റെ ഇൻഫർമേഷൻസ് എന്നിവയുടെ എല്ലാ പിന്നെ സ്വിച്ചുകളും കാണാം. തൊട്ട് താഴെയായിട്ട് AC അഡ്ജസ്റ്റ്മെൻറ്റിനുള്ള എല്ലാവിധ നോബുകളുമാണ് കാണുന്നത്. പിന്നീട് പറയാനുള്ളത്, ഇത് ഹസാർഡ് ലൈറ്റിനുള്ള സംഗതിയാണ്. ഇവിടെ ടൈം കൊടുത്തിരിക്കുന്നു. ഇവിടെയും 2 AC വെൻറ്റുകൾ കൊടുത്തിരിക്കുന്നു. ഇപ്പം മൊത്തത്തിൽ ഡാഷ്ബോർഡിൻ്റെ പരിഷ്കരിച്ച ഭംഗിയാക്കിയ ഡാഷ്ബോർഡിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ, ഇതിൽ ക്രോം ഫിനിഷ് വന്നിട്ടുണ്ട്, വുഡൻ പാനലിംഗ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താ പറയുക, ഒരു മാറ്റ് ഫിനിഷ് ബ്ലാക്കിൻ്റെ ഒരു ഭംഗി വന്നിരിക്കുന്നുണ്ട്. ഗ്ലൗ ബോക്സിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ 2 ഗ്ലൗ ബോക്സുകൾ ഇന്നോവ ക്രിസ്റ്റയ്ക്കുണ്ട്. ഇതിൽ മുകളിലത്തത് പൂൾഡ് ഗ്ലൗ ബോക്സ് ആണ്, താഴത്തതും അത്യാവശ്യം നല്ല ഡീപ്പായിട്ടുള്ള ഒരു ഗ്ലൗ ബോക്സ് ആണ്. അല്ലെങ്കിൽ നല്ല സ്റ്റോറേജ് സ്പേസ് നമുക്ക് കാണാം. ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. അത് ഡ്രൈവർ സൈഡിലും കോ ഡ്രൈവർ സൈഡിലും കാണാം. ഈ ലെഫ്റ്റ് സൈഡിലെ AC വെൻറ്റിലും വളരെ കട്ടിയോട് കൂടിയിട്ടുള്ള ഒരു ക്രോമിൻ്റെ അലങ്കാരം കൊടുത്ത് ഭംഗിയാക്കിയിരിക്കുന്നു. ഇവിടെ 2 എക്കോ മോഡും പവർ
മോഡും എന്നുള്ളതിൻ്റെ സ്വിച്ചുകൾ ഇവിടെയായിട്ട് കൊടുത്തിരിക്കുന്നു. ഇതിൻ്റെ ഗിയർ നോബാണ്. നമ്മുടേത് ഓട്ടോമാറ്റിക് വാഹനമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇവിടെ ഒരു ഗ്ലോസി ബ്ലാക്കിലാണ് ഈ ശരിക്കും പറഞ്ഞാൽ പാർക്കിംഗ് മോഡ്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, സ്പോർട്സ് മോഡ് ഇങ്ങനത്തെ എല്ലാ ഇതുകളും കൊടുത്തിരിക്കുന്നത്. അത് വളരെ മനോഹരമായിട്ടുള്ള, വളരെ ക്യൂട്ടായി ഹാൻഡിൽ ചെയ്യാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു ഗിയർ നോബാണിത്. വളരെ ചെറുതാണ്, ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. എനിക്കത് ഇഷ്ടമായി. ഇവിടെയായിട്ട് 2 ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇവിടെ നമുക്ക് കോയിൻസോ എന്തെങ്കിലുമോ ഫോണൊക്കെ തന്നെ ഇട്ട് വെക്കാം. ഇവിടെ ആയിട്ട് ഈ എന്താ പറയുക ഒരു കപ്പ് ഹോൾഡർ കൊടുത്തിരിക്കുന്നു. ഇതിൻ്റെ ഹാൻഡ് ബ്രേക്ക് ആണ്. ഇവിടെയും ചെറിയ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഈ സെൻട്രൽ കൺസോളിൻ്റെ ഇങ്ങേ അറ്റത്തായിട്ട് ഒരു ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതും ലെതറിൽ പൊതിഞ്ഞ കോൺട്രാസ്റ്റ് സ്റ്റിച്ചൊക്കെ ഉള്ള ഒരു അപ്പോൾസ്ട്രി ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴ്വശമായിട്ടും നല്ല സ്റ്റോറേജ് സ്പേസ്, അത്യാവശ്യം വീതിയിലും ഡീപ്പായിട്ടുമുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് അവിടെ കൊടുത്തിരിക്കുന്നു. ഇതിൻ്റെ വാനിറ്റി മിററാണ്. ഇതിനോട് തൊട്ടായിട്ട് ഓട്ടോമാറ്റിക്കലി തെളിയുന്ന ഒരു ലാമ്പ് കൊടുത്തിട്ടുണ്ട്. കോ ഡ്രൈവർ സീറ്റിലും ഒരു വാനിറ്റി മിറർ കൊടുത്തിരിക്കുന്നു. ഇവിടെയായിട്ടൊരു ഗ്ലാസ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുറേ സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. അത് ഈ ഇൻറ്റീരിയർ സ്പേസിലുള്ള റൂഫിലുള്ള ലൈറ്റുകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. റിയർ സീറ്റിലുള്ള ടോപ്പിൽ റൂഫിലുള്ള ലൈറ്റുകളും ഇവിടെ ഇരുന്ന് തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിനോട് ചുറ്റുമായിട്ട് ഒരു ബ്ലൂ കളറിലെ ആംബിയൻ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അത് റിയർ സീറ്റിലെ റൂഫിലേക്കും വന്നിട്ട് അവിടെയും ഭംഗിയാക്കിയിട്ടുണ്ട്. പുതിയ ഇന്നോവ ക്രിസ്റ്റയുടെ സ്റ്റിയറിങ്ങിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു വുഡ് ഫിനിഷൊക്കെ കൊടുത്ത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. അതൊരു ഡാർക്ക് ബ്രൗണിലുള്ള വുഡ് ഫിനിഷാണുള്ളത്. വുഡിൻ്റെ എലിമെൻറ്റ് ഡാഷ്ബോർഡിൽ പലയിടത്തായിട്ട് നമ്മൾ കണ്ടു. അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് ഈ സ്റ്റിയറിങ്ങിലും അവർ കൊടുത്തിട്ടുണ്ട്. പിന്നീട് ലെതറിൽ പൊതിഞ്ഞ ഒരു വളരെ ഭംഗിയുള്ള ഒരു കോൺട്രാസ്റ്റ് സ്റ്റിച്ചൊക്കെ ഉള്ള ഒരു കവചമാണ് ബാക്കി ഭാഗത്ത്. ഇവിടെയായിട്ട് ഓഡിയോ കൺട്രോൾസിനുള്ള എല്ലാ സ്വിച്ചുകളും കൊടുത്തിരിക്കുന്നു. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലെ വെഹിക്കിളിൻ്റെ നിയന്ത്രണങ്ങൾ, വിവരങ്ങൾ ഒക്കെ അറിയാനുള്ള എല്ലാ നോബുകളും ഇവിടെ തന്നെയായിട്ട് കൊടുത്തിരിക്കുന്നു. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ ഒരു ബ്ലൂ ആംബിയൻ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. വാഹനത്തെക്കുറിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും അവിടെ വ്യക്തമായിട്ട് ഡിസ്പ്ലേയിൽ വരുന്നുണ്ട്. സ്റ്റിയറിങ്ങിൻ്റെ തൊട്ട് താഴെയായിട്ട് ക്രൂസ് കൺട്രോളിൽ സെറ്റ് ചെയ്യാനുള്ള ലിവർ ഇവിടെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ട് എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതിനും ഒരു ക്രോം അലങ്കാരമൊക്കെ കൊടുത്ത് വളരെ ഭംഗിയാക്കിയിരിക്കുന്നു. ഞാൻ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചതുപോലെ തന്നെ ഇവിടെ ഒരു കപ്പ് ഹോൾഡർ ഉണ്ട്. വളരെ നല്ല ഒരു യൂട്ടിലിറ്റി ഉള്ള ഒരു സംഗതിയാണത്. ഡോർ പാനലിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇവിടെയായിട്ടൊരു വൂഫർ കൊടുത്തിട്ടുണ്ട്. ഓഡിയോയുടെ സ്പീക്കറായി കൊടുത്തിരിക്കുന്നത് താഴെയായിട്ടാണ്. ഇവിടെയും ശരിക്കും എന്താ പറഞ്ഞാൽ ഗ്ലോസി ബ്ലാക്കും മാറ്റ് ഫിനിഷിൽ ഉള്ള ഒരു ബ്ലാക്കും ഒക്കെ കൊടുത്ത് ഡോർ പാനലിനെ ഭംഗിയാക്കിയിരിക്കുന്നു. ഉള്ളിൽ നിന്നുള്ള ഹാൻഡിലിനും ക്രോം അലങ്കാരം കൊടുത്തിട്ടുണ്ട്. ഫുള്ളി ക്രോമാണ്. ഇവിടെയായിട്ട് നമ്മുടെ മിറർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ചസുകളൊക്കെയാണ് കാണുന്നത്. ഇത് പവർ വിൻഡോസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംഗതികളാണ്. 4 വിൻഡോകളും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംഗതിയെല്ലാം ഇവിടെ കൊടുത്തിരിക്കുന്നു. ഈ കാണുന്നത് ശരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ ക്യാമൽ ടാൻ എന്ന് പറയുന്ന ആ കളറിലുള്ള ഒരു ഫാബ്രിക്കാണ്. ഇവിടെ ശരിക്കും ബോട്ടിൽ സ്പേസ്, ഇഷ്ടംപോലെ ബോട്ടിൽ സ്പേസ് ഉണ്ട്. യൂട്ടിലിറ്റി സ്പേസ് ഉള്ള ഒരു സംഗതിയാണ്. ഇവിടെയായിട്ടും നമുക്ക് എന്തെങ്കിലുമൊക്കെ സൂക്ഷിക്കാം. ഇത് ലെഫ്റ്റിലും റൈറ്റിലുമായിട്ടും ഇതേപോലെ തന്നെ കൊടുത്തിരിക്കുന്നു. അതേപോലെ തന്നെ ഒരു ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അതായത് വാഹനം ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഉപകാരപ്പെടും. ഡ്രൈവർ സീറ്റ് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാം, മുന്നിലേക്ക് സ്ലൈഡ് ചെയ്യാം, ഉയർത്താം. അതിനുള്ള എല്ലാ നോബുകളും ഇവിടെയായിട്ട് കൊടുത്തിരിക്കുന്നു. അതേപോലെ തന്നെ പറയേണ്ട ഒരു വളരെ നല്ല കാര്യമാണ് ഇതിൻ്റെ സീറ്റിംഗ് കംഫർട്ട്. അതായത് നല്ല തൈ സപ്പോർട്ടും ലംബാർ സപ്പോർട്ടും, അതായത് നമ്മളുടെ മുതുകിനും ഈ ഒക്കെ നല്ല സപ്പോർട്ട് തരുന്ന രീതിയിലുള്ള കുഷനിങ് ആണ്. ഇന്നോവ ക്രിസ്റ്റയുടെ സെക്കൻഡ് റോയിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. അത്യാവശ്യം നല്ല ലെഗ് റൂമും, ഇതിപ്പം ഫ്രണ്ടിലെ സീറ്റ് കുറച്ച് ബാക്കിലേക്ക് നീങ്ങി കിടക്കുകയാണ്, എന്നാൽ പോലും അത്യാവശ്യം നല്ല ലെഗ് റൂമും
ഹെഡ് റൂമും ഒക്കെ ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പറയാനുള്ളത് ഇവിടെയായിട്ട് ആംറെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. കോ ഡ്രൈവർ സീറ്റ് മാക്സിമം ഫ്രണ്ടിലേക്ക് സ്ലൈഡ് ചെയ്യാനുള്ള ഒരു ലിവറാണിത്. നമ്മളിത് ഇങ്ങനെ പൂർണ്ണമായും ഉയർത്തിയിട്ട് വളരെ ഈസി ആയിട്ട് നമുക്കിതിങ്ങനെ സ്ലൈഡ് ചെയ്ത് ഇരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും സെക്കൻഡ് റോയിൽ ഇരിക്കുന്ന ഒരാൾക്ക് റിലാക്സ് ചെയ്തിരിക്കാം. ഇത് ബാക്കിലേക്ക് ആക്കണമെങ്കിലും ഇതേപോലെ തന്നെ ഇത് തിരിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇന്നോവ ക്രിസ്റ്റയുടെ ഇൻറ്റീരിയർ പുതുമകളിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡ്രൈവറുടെയും കോ ഡ്രൈവറുടെയും സീറ്റുകളുടെ തൊട്ടും ബാക്കിലായിട്ട് ഒരു ഫോൾഡ് ചെയ്യാവുന്ന ട്രേ കൊടുത്തിട്ടുണ്ട്. ഒരു ലാപ്ടോപ്പ് വേണമെങ്കിൽ പ്ലേസ് ചെയ്യാം. ഇത് 10 കിലോ മാക്സിമം ഇവിടെ എഴുതിയിട്ടുണ്ട്. മാക്സിമം 10 കിലോ വരെ ഹാൻഡിൽ ചെയ്യാനുള്ള ശക്തിയിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യം ഫുഡ് കഴിക്കാനായിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം. ആവശ്യം കഴിഞ്ഞ ശേഷം ഇവിടെ ഇങ്ങനെ ഒരു നോബുണ്ട്. അത് മുന്നോട്ട് അമർത്തിയിട്ട് തിരിച്ച് ഫോൾഡ് ചെയ്യാം. ഇവിടെയായിട്ട് ഒരു പൗച്ച് കൊടുത്തിരിക്കുന്നു. ഇവിടെയായിട്ട് ചാർജിങ് പോർട്ടുകൾ താഴെയും കൊടുത്തിട്ടുണ്ട്, മുകളിലും കൊടുത്തിട്ടുണ്ട്. അത് ഫോൺ ഇവിടെയായിട്ട് പ്ലേസ് ചെയ്യാം. ഇന്നോവ ക്രിസ്റ്റയുടെ 4 വിൻഡോകളും സിംഗിൾ ടച്ച് പവർ വിൻഡോസ് ആണ്. നമുക്ക് ഒന്ന് നോക്കാം. സെക്കൻഡ് റോയിലെ ഡോറിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇവിടെയും ക്രോമും സിൽവർ ഫിനിഷും വുഡൻ ഫിനിഷും ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിരിക്കുന്നു. വലിയ ഒരു സ്റ്റോറേജ് സ്പേസ് അവിടെ കൊടുത്തിരിക്കുന്നു. ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഈ വാഹനത്തിലുണ്ട്. അതേപോലെ തന്നെ ഡോറിലായിട്ട് ലാമ്പുകൾ കൊടുത്തിട്ടുണ്ട്, താഴെ ലാമ്പുകൾ കൊടുത്തിട്ടുണ്ട്. സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുന്നു ഇന്നോവ ക്രിസ്റ്റ എന്ന് ഞാൻ പറഞ്ഞു. 7 എയർ ബാഗുകളുണ്ട്. അതേപോലെ സെക്കൻഡ് റോയിലായിട്ട് ഐസോഫിക്സ് സംവിധാനമുണ്ട്. സെക്കൻഡ് റോയിൽ സീറ്റുകൾ നമുക്ക് റിക്ലൈൻ ചെയ്യാനും സ്ലൈഡ് ചെയ്യാനും എല്ലാം സാധിക്കും. സെക്കൻഡ് റോയിൽ 2 സീറ്റുകളുടെയും സൈഡിലായിട്ട് ഒരു ലിവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തേർഡ് റോയിലേക്ക് കയറണമെങ്കിൽ, സാധാരണ അത്യാവശ്യം വലിപ്പമുള്ള മനുഷ്യർക്കൊക്കെ തേർഡ് റോയിലേക്ക് കയറണമെങ്കിൽ ഇങ്ങനെ തന്നെ പോകാൻ പറ്റും. വീണ്ടും തേർഡ് റോയിൽ ഞാൻ പറഞ്ഞതുപോലെ 3 ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം നമുക്ക് റിമൂവബിൾ ആണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി. ഇഷ്ടംപോലെ യൂട്ടിലിറ്റി സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നീട് വളരെ വിശാലമായ ഒരു വിൻഡോ ആണ് തേർഡ് റോയിലായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെ AC അഡ്ജസ്റ്റ്മെൻറ്റിനുള്ള 2 AC നോബുകൾ ഇവിടെയായിട്ട് കൊടുത്തിരിക്കുന്നു. സെൻട്രൽ ഇവിടെ ഒരു ലാമ്പ് കൊടുത്തിട്ടുണ്ട്. പിൻനിരയിൽ 3 പേർക്കുള്ള സീറ്റ് ബെൽറ്റും ഇന്നോവ ക്രിസ്റ്റ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് അതായത് മൂന്നാമത്തെ 2 സീറ്റ് ബെൽറ്റുകൾ ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തായിട്ട് ഒരു സീറ്റ് ബെൽറ്റ് ഇവിടെ ഇങ്ങനെ വിദഗ്ധമായിട്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. അതിങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അല്പം വേഗതയിലൊന്ന് പോയി നോക്കാം. വെഹിക്കിൾ കൺട്രോൾ എത്രത്തോളം ഉണ്ട് എന്ന് ജസ്റ്റ് ഒന്ന് എനിക്കൊന്ന് അനുഭവപ്പെടാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പം പവർ മോഡിലാണ് വാഹനം. നല്ല ഒരു എന്താ പറയുക, ആക്സിലേറ്ററിലോട്ട് കാല് കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു പവർ ഫീൽ ചെയ്യുന്നുണ്ട്. ആ വാഹനത്തിൻ്റെ കുതിപ്പ് നിങ്ങൾക്ക് ആ ശബ്ദത്തിൽ നിന്ന് തന്നെ ഫീൽ ചെയ്യാൻ പറ്റും. വാഹനത്തിന് 2 മോഡുകളാണുള്ളത്, എക്കോ മോഡും പവർ മോഡും. ആ ഒരു ഫീൽ, വാഹനത്തിൻ്റെ പവറും റോഡ് കൺട്രോളും ഒക്കെ ഒന്ന് ഫീൽ ചെയ്യാൻ വേണ്ടി ഞാൻ അത്യാവശ്യം സ്പീഡിൽ നമ്മുടെ കുണ്ടന്നൂർ പാലത്തിലൂടെ ഒന്ന് പോകാൻ നോക്കുകയാണ്. അപ്പോൾ നമ്മൾ 80 കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത്. വാഹനം നല്ല കുതിപ്പുണ്ട്, നല്ലൊരു ഫീലുണ്ട്, സ്പീഡ് അലേർട്ട് കിട്ടുന്നുണ്ട്. നമ്മളിപ്പോൾ ഏകദേശം 100 കിലോമീറ്റർ സ്പീഡിലാണ് വാഹനം ഓടിക്കുന്നത്. നല്ല കൺട്രോൾ കിട്ടുന്നുണ്ട്. വീണ്ടും വളരെ നല്ല ഒരു തിരക്ക് വന്നിരിക്കുന്നു. അതുകൊണ്ട് വീണ്ടും നമ്മൾ നോർമൽ സ്പീഡിലേക്ക് പോവുകയാണ്. ഇനി അതൊന്ന് എക്കോ മോഡിലേക്ക് ആക്കി നോക്കാം. ഇന്നോവ ക്രിസ്റ്റയ്ക്കൊപ്പമുള്ള ഒരു ഡ്രൈവിംഗ് അനുഭവത്തെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ശരിക്കും വൈറ്റിലയിലൂടെ കുണ്ടന്നൂരിലൂടെ ഒക്കെയാണ്, ഇടപ്പള്ളി എന്നിവിടങ്ങളിലൂടെ ഒക്കെയാണ് വാഹനം ഓടിച്ചത്.
ടെലിസ്കോപ്പിക് ആണ് ഇതിന്റെ സ്റ്റിയറിങ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഹൈറ്റിനനുസരിച്ചിട്ട് അതിനെ ഉയർത്തി. ഇപ്പം എനിക്ക് നല്ല റോഡ് ക്ലിയറൻസ് കിട്ടുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നത്, പലരും എന്നോട് മെസ്സേജിലൂടെ ചോദിക്കുന്ന ഒരു വലിയ കാര്യമാണ് എൻ്റെ ഹൈറ്റ് എത്രയാണെന്ന്. ശരിക്കും ഞാൻ 4 അടി 10.5 ഇഞ്ച് മാത്രമേ ഉള്ളൂ, 11 ഇഞ്ച് പോലും ഇല്ല. അപ്പോൾ എനിക്ക് ഇത്രയും വലിയൊരു വാഹനം ഇത്രയും സ്പീഡിൽ ഓടിച്ചിട്ടും എനിക്ക് ഭയങ്കര സന്തോഷം തന്നെയാണ് തോന്നുന്നത്. നല്ല ആത്മവിശ്വാസമുണ്ട്, കാരണം വാഹനത്തിന് നല്ല റോഡ് കൺട്രോൾ ഉണ്ട്. പിന്നെ അത്യാവശ്യം സുരക്ഷയ്ക്കുള്ള എല്ലാ കാര്യങ്ങളും, ABS ആണെങ്കിലും ഹിൽ കൺട്രോൾ അസിസ്റ്റ് ആണെങ്കിലും എല്ലാ സംഗതിയും ഇതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കോൺഫിഡൻസിൽ ഒരു വിമൻ ഡ്രൈവർ എന്ന നിലയിൽ നമ്മുടെ കാർക്കടുവ ചാനലിന്റെ ഓഡിയൻസിന് വേണ്ടിയിട്ട് ഇന്ന് ഈ വാഹനം ടെസ്റ്റ് ഡ്രൈവ് നടത്തി. അപ്പോൾ അതിൽ ഒരുപാട് സന്തോഷം. നല്ല തിരക്കുള്ള റോഡിലൂടെ ആണെങ്കിലും ഈ വാഹനം നന്നായി ഓടിക്കാൻ പറ്റി എന്നുള്ള ഒരു സന്തോഷത്തിലാണ് ഞാൻ. അപ്പൊ ഈ എപ്പിസോഡ് എല്ലാവരും ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും വരുന്നത് വരെ ഗുഡ് ബൈ.